ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അടുത്തതായി ദുർമുഖൻ എന്ന രാക്ഷസ ശ്രേഷ്ഠൻ കോപം കൊണ്ട് തുടുത്ത കണ്ണുകൾ ഉരുട്ടി വീഴ്ചുകൊണ്ട് പറഞ്ഞു, അക്ഷന്തവ്യമായ അപരാധമാണ് ആ കുരങ്ങൻ വന്ന് ചെയ്തിട്ടുള്ളത്. നമ്മോടവൻ എതിർത്തു. ഈ നഗരത്തിനും അവിടുത്തെ അന്തപുരത്തിനും അവമാനം അണച്ചു. ആ മാർക്കടൻ മഹാശ്രീമാനായ തിരുമേനിയെ എതിർത്തു. മഹാപ്രഭോ, ഞാൻ ഒരുവൻ മതി കാട്ടുകുരങ്ങന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു വരുവാൻ. സ്വർഗത്തിലോ പാതാളത്തിലോ അഗാധ സമുദ്രാന്തർഭാഗത്തിലോ പോയാലും അവർക്ക് എന്നിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല. പ്രഭോ, ആ ഹനുമാൻ പാവമാണ്, സാധുവാണ്. അവനെ കൊണ്ട് നമുക്ക് എന്തു കാര്യമാണുള്ളത്? ലക്ഷ്മണനും സുഗ്രീവനുമൊത്ത് ദുർജയനായ രാമനുണ്ടല്ലോ. ഈ ഞാൻ ഒറ്റയ്ക്ക് മതി സൗമിത്രിയും സുഗ്രീവനും കാത്തുകൊണ്ടിരിക്കുന്ന രാമനെ ഈ പരികത്താൽ കുത്തിക്കൊല്ലുവാൻ. കവികളെ മുഴുവൻ ഞാൻ കലക്കിവിടും. മറ്റൊരു കാര്യം ഉണർത്തിക്കാം പ്രഭോ, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉശിരുള്ള ശത്രുക്കളെ ജയിക്കാൻ ഉപായം അറിവുള്ളവനെ സാധിക്കൂ. കണ്ടാൽ തന്നെ ഭയപ്പെടുന്ന ഭീമരൂപികളും ശൂരന്മാരും കാമരൂപികളുമായ അനേകം അസുരന്മാരെ അവിടുന്ന് കൽപ്പിച്ചയക്കൂ. അവരെല്ലാം മനുഷ്യവേഷത്തിൽ രാമൻ്റെ അടുത്തു ചെല്ലണം. പരിഭ്രമം ലേശം ഇല്ലാതെ അവർ ഇപ്രകാരം പറയണം, പ്രഭോ, അവിടുത്തെ അനുജൻ ഭരതകുമാരൻ പറഞ്ഞയച്ചവരാണ് ഞങ്ങൾ. അയോധ്യയിലെ ഭടന്മാരെ സ്വസഹായത്തിന് ഭരതൻ അയച്ചതാണെന്ന് രാമൻ വിശ്വസിക്കും. അപ്പോഴേക്കും ഇവിടെ നിന്ന് ശൂലം, വേല്, ഗദ, വാള്, ചാപബാണങ്ങൾ എന്നിവയെടുത്ത നാം അവിടെ എത്തണം. അമ്പലതലത്തിൽ അണിയായി നിന്ന് അസ്ത്രശസ്ത്ര പേമാരിയാൽ കവികളെ മുച്ചൂടും യമാലയത്തിലെത്തിക്കാം. ഇത്തരത്തിലൊരു അബദ്ധം പറ്റിപ്പോയ രാമനും ലക്ഷ്മണനും തീർച്ചയായും വൃദ്ധിയടയും. അതിഘോരനായ നികുംബൻ, കുംഭാർണപുത്രൻ, ഒതുക്കുവാൻ കഴിയാത്ത കോപത്തോടെ പെട്ടെന്ന് എഴുന്നേറ്റു. സജ്ജനങ്ങളെ മുഴുവൻ കരയിക്കുന്ന രാവണ ചക്രവർത്തിയോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും മഹാരാജാവ് ഒന്നിച്ച് ഇവിടെ സസുഖം വസിക്കുവിൻ. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി. ലക്ഷ്മണനോട് കൂടിയ രാമനെ, സുഗ്രീവനെ, ഹനുമാനെ, എന്തിലധികം സകല വാനരന്മാരെയും നിഗ്രഹിച്ചേക്കാം. പർവ്വത തുല്യനായ വജ്രഹനു എന്ന രാക്ഷസൻ ചാടി എഴുന്നേറ്റു. ആർത്തിയുള്ളവനെ പോലെ ചുണ്ടും ചിറിയും വലിയ നാക്കും കാണിച്ച് നക്കിക്കൊണ്ട് അരിശം മുഴുത്ത് പറഞ്ഞു തുടങ്ങി, നിങ്ങളെല്ലാവരും സ്വൈര്യമായി അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. ദുഃഖലാഞ്ചന പോലും ഹൃദയത്തിൽ ഉണ്ടാകരുത്. ഞാൻ പോയി ആ കവിവീരന്മാരെ മുഴുവൻ തിന്നൊടുക്കിക്കൊള്ളാം. ഇത്തരം കാര്യമേ ചിന്തിക്കാതെ യഥേഷ്ടം മദ്യപാനാദികൾ ചെയ്ത് സ്വസ്ഥതയോടെ രമിച്ചുകൊള്ളുവിൻ. ഞാൻ ഒറ്റയ്ക്ക് മതി ആ സുഗ്രീവനെയും ലക്ഷ്മണനെയും ഹനുമാനെയും അങ്കദനെയും കൊല്ലുവാൻ. പിന്നെ പോരിൽ മഹാകൊമ്പനാണെന്ന് പറയുന്ന രാമനെ ബാക്കിയാക്കാതെ ഞാൻ മടങ്ങി വരാം. ഉടനെ നികുംബൻ, രഭസൻ, മഹാബലവാനായ സൂര്യശത്രു, സുപ്തഘ്നൻ, യജ്ഞഘ്നൻ, മഹാപാർശ്വൻ, മഹോദരൻ, ദുർജയനായ അഗ്നികേതു, നിശാചരവരനായ രശ്മികേതു, അമിതശക്തനും ഉജ്ജ്വലനും രാവണപുത്രനുമായ ഇന്ദ്രജിത്ത്, പ്രഹസ്തൻ, വിരൂപാക്ഷൻ, അമേയബലവാനായ വജ്രദംഷ്ട്രൻ, ധൂമ്രാക്ഷൻ, അതികായകൻ, രാക്ഷസശ്രേഷ്ഠനായ ദുർമുഖൻ എന്നിവരെല്ലാം എഴുന്നേറ്റു. പരികം, പട്ടസം, പ്രാസം, വേല്, ശൂലം, വെൺമഴു, ചാപബാണങ്ങൾ, അതിമൂർച്ചയുള്ള ഖഡ്ഗങ്ങൾ എന്നിവയെടുത്തു. ക്രോധാവിഷ്ടരായ അവർ തേജസ് കൊണ്ട് കത്തുന്നത് പോലെയായി തീർന്നു. പൗലസ്ത്യനന്ദനായ രാവണനോട് എല്ലാവരും പറഞ്ഞു, ലക്ഷ്മണനും സുഗ്രീവനും സഹായമായിരിക്കുന്ന ആ രാമനെ ഇപ്പോൾ കൊല്ലാം. ലങ്കാരാജ്യത്തെ തീണ്ടിയവനും വെറും കുരങ്ങനുമായ സാധു ഹനുമാനെയും. അഹങ്കാരത്തോടെ ആയുധങ്ങളെടുത്ത് കോപാകുലരായി എഴുന്നേറ്റ് നിന്ന് യുദ്ധത്തിന് സമ്മതം അപേക്ഷിച്ച അവരെയെല്ലാം തടഞ്ഞ് അതാതിടങ്ങളിൽ ഇരുത്തിയ വിഭീഷണൻ കൈകൂപ്പി ജ്യേഷ്ഠനോട് സവിനയം പറഞ്ഞു, അഭിവന്ദ്യനായ ജ്യേഷ്ഠ, 3 ഉപായങ്ങളെ കൊണ്ടും കാര്യം സാധിക്കാതെ വന്നാൽ മാത്രമേ പരാക്രമത്തോടു കൂടിയ ദണ്ഡമെടുക്കാവൂ എന്നാണ് വിജ്ഞാനികൾ പറയുന്നത്. പ്രമത്തന്മാർ, അവമാനിതന്മാർ, നിർഭാഗ്യമേശിയവർ ഇവരെ ശരിക്കും മനസ്സിലാക്കി ചെയ്താലേ വിക്രമവും ഫലിക്കുകയുള്ളൂ.
ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന കാകുത്സ്ഥൻ വിജിതക്രോധനും അപ്രമത്തനും ദുർജയനും സുസ്ഥിര ബലമാർന്നവനും ജയോദിക്തനുമാണ്. നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് എതിർക്കുക? വൻ നദികളുടെയും പുഴകളുടെയും അധിപനായ കൊടും കടൽ താണ്ടിക്കടന്ന് ഇവിടെ എത്തിയ ഹനുമാൻ ചെയ്ത കർമ്മം ദുസ്സാധമായിട്ടുള്ളതും ഏതൊരാൾക്കും അചിന്ത്യമായിട്ടുള്ളതുമാണ്. രാക്ഷസവര്യന്മാരെ, നമുക്ക് അറ്റമില്ലാത്ത സൈന്യമുണ്ട്, അപരിമിതി ബലവുമുണ്ട്. എന്നാലും ശത്രുവിൽ പെട്ടെന്ന് അവജ്ഞ തോന്നരുത്. അസുര ചക്രവർത്തിക്ക് എന്തൊരു അപരാധമാണ് രാഘവൻ ചെയ്തിട്ടുള്ളത്? ആ വിഖ്യാതനായ പുരുഷോത്തമൻ്റെ പത്നിയെ ജനസ്ഥാനത്തു നിന്ന് അപഹരിച്ചു. തരം കെട്ട ഖരദൂഷണാദി രാക്ഷസ വീരന്മാരെ രാമൻ കൊന്നുവെങ്കിൽ അതൊരു അന്യായമാണോ? സ്വജീവനെ ശക്തിക്കനുസരിച്ച് ഏതൊരുവനും കാക്കേണ്ടത് ധർമ്മമല്ലേ? ആയുസ്സിനും യശസ്സിനും ദോഷഹേതുവാണ് പരധാര ഗ്രഹണം. മഹാപാപത്തിൻ്റെ മറ്റൊരു ജന്മവും അതിഘോരവും അർത്ഥനാശകവുമാണിത്. സീതാപഹരണം കൊണ്ട് തീർച്ചയായും നമുക്ക് പെരിയ ഭയം സംജാതമാകും. കട്ടുകൊണ്ടുവന്ന ആ കുലാംഗനയെ ലങ്കയിൽ നിന്ന് ഉപേക്ഷിക്കണം. ധാർമ്മിഷ്ഠനും മഹാവീരനുമായ രാമനോട് വെറുതെ വൈരമേൽക്കുന്നത് നമുക്ക് സമുചിതമാകുകയില്ല. അദ്ദേഹത്തിന് സീതയെ നൽകുകയാണ് യുദ്ധം. മതഗജങ്ങളും ഉത്തമ അശ്വങ്ങളും അമൂല്യരത്നങ്ങളും ഒത്തുചേർന്ന ലങ്കാനഗരം രാമബാണങ്ങളാൽ തകരുന്നതിനു മുമ്പ് സീതയെ നൽകുന്നതാണ് യുക്തം. ആർക്കും തടുക്കുവാൻ സാധിക്കാത്തവനും അതിഘോരന്മാരുമായ വൻ കപിസൈന്യം നമ്മുടെ ലങ്കാരാജ്യത്തിൽ എത്തുന്നതിനു മുമ്പ് സീതയെ നൽകുകയാണ് യുക്തം. രാമൻ്റെ ധർമ്മപത്നിയെ കൊടുക്കാതിരുന്നാൽ ഈ ലങ്കാനഗരി മുഴുവൻ മുടിയും. ശൂരന്മാരായ അരക്കന്മാർ നിശേഷം നശിക്കും. പ്രഭോ, അവിടുന്ന് പ്രസാദിക്കണേ. അനുജൻ്റെ സ്നേഹപൂർണമായ വാക്കുകൾ ഭദ്യവും ഹിതവുമായിട്ടുള്ളത് കേൾക്കണേ. എൻ്റെ അപേക്ഷ സ്വീകരിച്ച് രാമന് സീതയെ നൽകുകയാണ് യുക്തം. ഏറ്റവും മൂർച്ചയുള്ള മുനിയോട് കൂടിയതും ദൃഢതരവും ശരൽക്കാല രശ്മി തുല്യവുമായ അമോഘ ശരങ്ങൾ അവിടുത്തെ വധത്തിനു വേണ്ടി രാജകുമാരൻ വർഷിക്കുന്നതിന് മുമ്പ് സീതയെ നൽകുകയാണ് യുക്തം. സുഖത്തെയും ധർമ്മത്തെയും നശിപ്പിക്കുന്ന കോപത്തെ ഉപേക്ഷിക്കണേ. ബന്ധുപുത്രാദികളോട് കൂടിയ നമുക്ക് നാശം സംഭവിക്കാതിരിക്കുവാൻ പ്രസാദിക്കണേ. കാകുത്സ്ഥന് സീതയെ നൽകുകയാണ് യുക്തം. രാക്ഷസേശ്വരനായ രാവണൻ അനുജന്റെ വാക്കു കേട്ടപ്പോൾ സദസ്യരെയെല്ലാം അയച്ച് സ്വാന്തപുരത്തിലേക്ക് പോയി. എപ്പോഴും ഉത്കൃഷ്ട കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന വിഭീഷണൻ പിറ്റേന്ന് പ്രഭാതത്തിൽ ധർമാർത്ഥങ്ങൾക്ക് അനുകൂല തീരുമാനം ചെയ്ത് രാക്ഷസേശ്വരൻ്റെ അരമനയിലേക്ക് പുറപ്പെട്ടു. വലിയ പർവ്വ ശൃംഗതുല്യമാർന്നതും ഉയർന്ന ശിഖരം പോലെ ആകാശത്തെ സ്പർശിക്കുന്നതും വേറെ വേറെ വൻ കെട്ടുകൾ ഉള്ളതും അനേകമനേകം പ്രജകൾ ഒത്തുചേർന്നതും സ്നേഹമുള്ളവരും അതിബുദ്ധിമാന്മാരോ ആയവർ വസിക്കുന്നതും രാക്ഷസേശ്വരനെയും കുടുംബങ്ങളെയും രക്ഷിക്കുവാൻ എപ്പോഴും ജാഗരൂകരായ ഭടന്മാരാൽ ആവൃതമായതും മതയാനകളുടെ നെടുവീർപ്പുകളാവുന്ന കൊടുങ്കാറ്റടിക്കുന്നതും ശംഖനാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്ന പെരുമ്പറയൊച്ച എപ്പോഴും മുഴങ്ങുന്നതും തരുണീമണികൾ തിങ്ങി വസിക്കുന്നതും ഇരമ്പമാർന്ന രാജപാതകളാൽ ആവൃതമായതും സുവർണങ്ങളെ കൊണ്ടുള്ള ഒതുക്കങ്ങളും ഒന്നാന്തരം പാത്രങ്ങൾ ധാരാളമുള്ള അരമന ഗന്ധർവ രാജമന്ദിരം പോലെ അഥവാ അമരേശ്വരാലയം പോലെ പ്രശോഭിച്ചു. ദിവ്യരത്നങ്ങൾ നിറഞ്ഞിട്ടുള്ളതിനാൽ ഉരകേന്ദ്രപുരിയായ അഗ്രജനിലയം വിഭീഷണൻ കണ്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.